ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ചാപ്റ്റർ 7 നോൺ മെറ്റൽസ്. ലെറ്റ് us assess സെക്ഷൻ. ക്വസ്റ്റ്യൻ: നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഗ്യാസസ് തന്നിട്ടുണ്ട്. നോൺ മെറ്റൽസ് ആയ ഗ്യാസസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് സ്യൂട്ടബിളായ ആൻസേഴ്സ് ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഏത് ഗ്യാസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്? പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. അപ്പോൾ ആൻസർ ഓക്സിജൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 ചൂടാക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്ത് K2MnO4, അതായത് പൊട്ടാഷ്യം മാംഗനേറ്റ്, MnO2 മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ഗ്യാസ് ആയി വരുന്നത് ഓക്സിജൻ ആണ്. സോ ആൻസർ ഓക്സിജൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ഗ്യാസ് ആണ്? വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോറിൻ ആണ്. ആൻസർ ക്ലോറിൻ. അടുത്തത്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ടതായ എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നൈട്രജൻ. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യം വേണ്ട എലമെൻ്റാണ്, ന്യൂട്രിയൻ്റാണ് നൈട്രജൻ. ക്വസ്റ്റ്യൻ: ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ നടക്കുമ്പോൾ കിട്ടുന്ന ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് ഓക്സിജനും കിട്ടും ഹൈഡ്രജനും കിട്ടും. അതിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. നമ്മുടെ ആൻസർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ കാഥോഡിലും ഓക്സിജൻ ആനോഡിലുമാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ നടത്തുമ്പോൾ കിട്ടുന്നത്. അതിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ കത്തുമ്പോൾ ഒരു പോപ്പ് സൗണ്ടോട് കൂടിയിട്ടാണ് കത്തുന്നത്. ഈ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ഏത് ഗ്യാസാണ് എന്ന് ജനറേറ്റ് ചെയ്തതെന്ന് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ആ ഗ്യാസ് കത്തുമ്പോൾ പോപ്പ് സൗണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന അടിസ്ഥാനത്തിൽ ഹൈഡ്രജനെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ: നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ കാർബണിൻ്റെ അലോട്രോപ്സ് കണ്ടുപിടിച്ചിട്ട് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അലോട്രോപ്സ് എന്നാൽ അത് സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും. കാർബണിൻ്റെ അലോട്രോപ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും കാർബൺ തന്നെയാണ്, പക്ഷേ അതിൽ കാർബൺ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അലോട്രോപ്സിന് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷേ എല്ലാവരും ആ കാർബണിൻ്റെ അലോട്രോപ്പ് ആണെങ്കിൽ അതെല്ലാം കാർബൺ തന്നെയായിരിക്കും. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പോൾ എല്ലാ അലോട്രോപ്സിൻ്റെയും കാർബണിൻ്റെ എല്ലാ അലോട്രോപ്സിൻ്റെയും ആറ്റമിക് നമ്പർ 6 തന്നെയാണ്. പക്ഷേ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നോക്കാം. കാർബൺ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സും അമോർഫസ് അലോട്രോപ്സും. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്നാൽ അതിൽ ആറ്റംസ്, കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലായിരിക്കും. എക്സാമ്പിൾ ഡയമണ്ട് ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. ഡയമണ്ടിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ഇതാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണുള്ളത്. അതിൽ ഓരോ കാർബൺ ആറ്റവും ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്രാഫീൻ കാർബണിൻ്റെ വേറൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ഈ ഗ്രാഫൈറ്റിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സിന് പകരം ഒരു സിംഗിൾ ലെയർ മാത്രമേ ഗ്രാഫീനിൽ ഉണ്ടാവുള്ളൂ. അത്രയാണ് ഗ്രാഫൈറ്റും ഗ്രാഫീനും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. ഇനി മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് ഫ്യൂലറൻസ്. ഫ്യൂലറൻസ് ഒരു 3 ഡയമെൻഷണൽ ഹോളോ രൂപത്തിലുള്ള, കണ്ടോ, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇത്. അതും ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ഇനി അമോർഫസ് അലോട്രോപ്സ് എന്നാൽ ഈ ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ അല്ലായിരിക്കും കാർബൺ ആറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അമോർഫസ് അലോട്രോപ്സിന് എക്സാമ്പിളാണ് ചാർക്കോൾ, കോക്ക്, ലാംപ് ബ്ലാക്ക്, കോൾ. അവിടെയെല്ലാം
ഈ കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് സ്ട്രക്ചറിലായിരിക്കില്ല. അതാണ് അമോർഫസ് അലോട്രോപ്സ്. ക്വസ്റ്റ്യൻ: ഇവിടെ ഒരു സോൾട്ട്, ഒരു ക്ലോറൈഡ് സോൾട്ട് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. നമുക്കൊരു സോൾട്ട് തന്നിട്ടുണ്ട്, ആ സോൾട്ട് ക്ലോറൈഡ് അയോൺ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ആ തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അന്നേരം എന്താണ് ഒബ്സർവേഷൻ, എന്താണ് ഇൻഫറൻസ്? ഇത് ക്ലോറൈഡ് അയോൺ ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അതൊരു ക്ലോറൈഡ് അയോണായ NaCl, സോഡിയം ക്ലോറൈഡ് അയോൺ ഉണ്ടല്ലോ NaCl. ഇനി NaCl-ഉമായിട്ട് ഈ AgNO3 നമ്മൾ ആഡ് ചെയ്ത AgNO3 റിയാക്ട് ചെയ്താൽ നമുക്ക് AgCl + NaNO3 ഇതാണ് റിയാക്ഷൻ എന്ന് മനസ്സിലായി. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്ലോറൈഡ് സോൾട്ട് ആണെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതാണിത്. അപ്പോൾ AgNO3-യുമായിട്ട് ഒരു ക്ലോറൈഡ് അയണുള്ള സോൾട്ട് റിയാക്ട് ചെയ്താൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഹിൻ്റാണ് തരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഒരു ക്ലോറൈഡ് അയോണിൻ്റെ സോൾട്ട് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന്. അതായത് തന്നിരിക്കുന്ന സോൾട്ടിലേക്ക് AgNO3 ആഡ് ചെയ്താൽ ആ സോൾട്ട് AgNO3-യുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തന്നിരിക്കുന്ന സോൾട്ട് ഒരു ക്ലോറൈഡ് അയോൺ ഉള്ള സോൾട്ടാണ് എന്ന്. ഇനി പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ, ക്ലോറൈഡ് അയോൺ തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു, അത് AgCl ആണ്. ഈ AgCl-ലേക്ക് വീണ്ടും NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആയി ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മാറി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒബ്സർവേഷൻ. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ട ഇൻഫറൻസ് എന്താണ്? ഒരു ക്ലോറൈഡ് അയോൺസിൻ്റെ പ്രസൻസ് ആണ് അതിൽ നമ്മൾ കൺഫേം ചെയ്യുന്നത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയ AgCl അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്ത് ഒരു ക്ലിയർ സൊല്യൂഷനായി മാറി. അത് ക്ലോറൈഡ് അയോൺസ് ഉള്ള സോൾട്ടാണ് നമുക്ക് ആദ്യം തന്നിരുന്നതെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് ഒരു സോൾട്ട് തന്നാൽ അതിൽ ക്ലോറൈഡ് അയോണിൻ്റെ സോൾട്ടാണോ എന്ന് നോക്കാൻ ആദ്യം നമ്മൾ AgNO3 ആഡ് ചെയ്തു. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ക്ലോറൈഡ് അയോണിൻ്റെ സോൾട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഇനി അത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനിലേക്ക്, ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മാറി ഒരു ക്ലിയർ സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം തന്നത് ഒരു ക്ലോറൈഡ് സോൾട്ട് ആണെന്ന്. സോ തന്നിരിക്കുന്ന സോൾട്ട് ക്ലോറൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുള്ളൂ. ക്ലോറൈഡിന് പകരം ആ സോൾട്ട് ഒരു ബ്രോമൈഡോ അയോഡൈഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് പകരം നമുക്ക് പെയിൽ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഈ AgNO3-യുമായിട്ട് റിയാക്ഷൻ നടന്നാൽ വരുന്നത്. അങ്ങനെ ക്ലോറൈഡ് ആണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് ക്ലിയർ സൊല്യൂഷനുമാകെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ക്വസ്റ്റ്യൻ: നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഗ്യാസസ് തന്നിട്ടുണ്ട്. ക്ലോറിൻ, നൈട്രജൻ, CFC ആൻഡ് ഓക്സിജൻ. താഴെ തന്നിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസിലും ഏതാണ് സ്യൂട്ടബിൾ ഗ്യാസ് എന്ന് ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ തന്നിരിക്കുന്നത് ഏത് ഗ്യാസാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. റോക്കറ്റ് ഫ്യൂവൽസിലെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നും ഏത് ഗ്യാസാണ്? ഓക്സിജൻ ആണ് ആൻസർ. റോക്കറ്റ് ഫ്യൂവൽസിൽ, റോക്കറ്റ് നമ്മൾ സ്പേസിൽ കത്തുന്നതിന് എന്തായാലും ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ കത്തണമെങ്കിൽ നമ്മൾ ഈ റോക്കറ്റ് ഫ്യൂവൽസിൻ്റെ ഭാഗമായിട്ട് ഓക്സിജനും കൂടി സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് റോക്കറ്റ് ഫ്യൂവൽസിലെ ആ ഓക്സിഡൈസിങ് ഏജൻറ്റ് നമ്മൾ ഓക്സിജൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിറ്റുവേഷൻ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. ഡിപ്ലീഷൻ ഓഫ് ഓസോണിന് കാരണമാകുന്നത് ഇതിലേതാണ്? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഈ ഓസോണിനെ ഡിപ്ലീഷന് കാരണമാകുന്നത്.
നെക്സ്റ്റ്, ടു ഇൻഫ്ലേറ്റ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾ. ചില സമയങ്ങളിൽ വെഹിക്കിൾസിലെ എയറിന് പകരം നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിലെടുത്തിട്ട് ചൂടാക്കി. ഒരു കത്തുന്ന മാച്ച് സ്റ്റിക്ക് ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ കൊണ്ടുവന്നാൽ എന്താണ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ഇൻറ്റു പൊട്ടാഷ്യം മാംഗനേറ്റ് K2MnO4, മാംഗനീസ് ഡയോക്സൈഡ് MnO2 ആൻഡ് ഓക്സിജൻ. ഇത് മൂന്നുമായിട്ട് ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ജനറേറ്റ് ചെയ്ത കാരണം ആ മാച്ച് സ്റ്റിക്ക് കൂടുതൽ ബ്രൈറ്ററായിട്ട് കത്താൻ തുടങ്ങും. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇതാണ്. 2KMnO4 gives K2MnO4 plus MnO2 plus ഓക്സിജൻ. ഈ ഓക്സിജൻ ആണ് വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഓക്സിജൻ. ഈ ഓക്സിജൻ്റെ പ്രസൻസ് മാച്ച് സ്റ്റിക്കിനെ കൂടുതൽ ബ്രൈറ്ററായിട്ട് കത്താൻ ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ: ഇവിടെ ക്ലോറിൻ ഗ്യാസിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്ലോറിൻ ഗ്യാസിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ്റെ സെറ്റപ്പ് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്: വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട റിയാക്റ്റൻസ് ഏതൊക്കെ കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ: പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് ക്ലോറിൻ ജനറേറ്റ് ചെയ്യുന്നത്. പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് KCl plus MnCl2 H2O ആൻഡ് Cl2. ക്ലോറിനാണ് ഗ്യാസായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ ക്ലോറിൻ ഗ്യാസ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും റിയാക്ഷൻ നടത്തിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസ് ആദ്യം ഒരു വാട്ടറിലൂടെ കടത്തിവിടുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് വാട്ടറിലൂടെ കടത്തിവിടുന്നത്? ഈ ക്ലോറിൻ ഗ്യാസ് ലബോറട്ടറിയിലെ ഈ വിധത്തിൽ പ്രിപ്പയർ ചെയ്ത് കിട്ടുമ്പോഴേക്കും ക്ലോറിൻ്റെ കൂടെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ആണല്ലോ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ആ HCl ഗ്യാസ് ഫോമിലുള്ള കുറച്ച് ഗേഷ്യസ് ഫോമിലുള്ള HCl കൂടി ഈ ജനറേറ്റ് ചെയ്ത ക്ലോറിൻ്റെ കൂടെ ഉണ്ടാകും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ ഗ്യാസിനെ ആ HCl വേപ്പറിൽ നിന്ന് മാറ്റിവിടാനായിട്ട് ക്ലീനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടറിലൂടെ കടത്തിവിടുന്നത് ആദ്യം. ഇനി നെക്സ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമതായിട്ട് ആ ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസിനെ H2SO4 കടത്തിവിടുന്നു. അതിൻ്റെ റീസണാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ജനറേറ്റ് ചെയ്ത ഈ ക്ലോറിൻ ഗ്യാസിൽ കുറച്ച് വാട്ടർ വേപ്പർ കൂടി ഉണ്ടാകും. ആ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. കാരണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒരു നല്ല ഡ്രൈയിങ് ഏജൻ്റാണ്. ഈ ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിനെ ഈ H2SO4 അബ്സോർബ് ചെയ്ത് ഒരു ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോറിൻ ഗ്യാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം വാട്ടറിലൂടെ പാസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെയുള്ള HCl വേപ്പറിനെ അബ്സോർബ് ചെയ്തു. ഇനി രണ്ടാമത് H2SO4 പാസ് ചെയ്യുമ്പോഴേക്കും ഈ ജനറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസിലുള്ള വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഡ്രൈ ക്ലോറിൻ ഗ്യാസ് നമുക്ക് ഫൈനലി കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നതിന് മോയ്സ്ചർ, അതായത് വെള്ളത്തിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോറിൻ
ഡ്രൈ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ, അതായത് വെള്ളവുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വരാതെ ഇരുന്നാൽ ബ്ലീച്ചിങ് ആക്ഷൻ ക്ലോറിന് നടത്താൻ പറ്റില്ല. കാരണം ക്ലോറിൻ വെള്ളവുമായിട്ട് മോയ്സ്ചറുമായിട്ട് റിയാക്ഷൻ നടത്തിയാലാണ് ആദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl ഉണ്ടാകുന്നത്. അതായത് H2O + Cl2 gives HCl + HOCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ തന്നെ അത് HCl-ഉം നേസൻ്റ് ഓക്സിജൻ O2 അല്ല, ഒരു ഓക്സിജൻ ആറ്റം മാതിരി. അപ്പോൾ ഇതിന് നേസൻ്റ് ഓക്സിജൻ എന്നാണ് പറയുന്നത്. ഈ HOCl അൺസ്റ്റേബിൾ ആയത് കാരണം HCl-ഉം നേസൻ്റ് ഓക്സിജനുമായിട്ട് അപ്പോൾ തന്നെ മാറും. അപ്പോൾ ക്ലോറിൻ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ആദ്യം HCl ആൻഡ് HOCl ആകും. ഈ HOCl വീണ്ടും അൺസ്റ്റേബിൾ ആയത് കാരണം റിയാക്ഷൻ നടന്ന് HCl-ഉം നേസൻ്റ് ഓക്സിജനുമായി മാറി. ഈ നേസൻ്റ് ഓക്സിജൻ ആണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ്റെ മെയിൻ ആള്. അപ്പോൾ ഈ നേസൻ്റ് ഓക്സിജൻ ആണ് ഈ വസ്ത്രങ്ങളിലെ, അതായത് ഇനി ഓർഗാനിക് മാറ്ററിലെ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ കളർലെസ് ആയ കോമ്പൗണ്ട്സിലേക്ക് മാറ്റി ആ ഓക്സിഡൈസ് നടത്തിവിടുന്നത് ഈ നേസൻ്റ് ഓക്സിജനാണ്. അതായത് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ നടത്തുന്നത് ഈ നേസൻ്റ് ഓക്സിജനാണ്. ഈ ഓക്സിഡേഷൻ നടക്കുന്ന ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും. അതായത് വൺസ് ബ്ലീച്ച് ചെയ്ത് കളർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഈ നേസൻ്റ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് ഈ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ കളർലെസ്സിലേക്ക് മാറ്റിയിടുന്നത്. സോ ഇറ്റ്സ് എ പെർമനൻറ്റ് ചേഞ്ച്. ഇവിടെ HOCl-ഉം നേസൻ്റ് ഓക്സിജനും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ക്ലോറിൻ ഡ്രൈ ആയി നിന്നാൽ ബ്ലീച്ചിങ് ആക്ഷൻ നടത്താൻ പറ്റില്ല. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ മാത്രമാണ് ആദ്യം HCl-ഉം HOCl-ഉമായിട്ട് മാറി. ഈ HOCl അൺസ്റ്റേബിൾ ആയത് കാരണം വീണ്ടും HCl-ഉം നേസൻ്റ് ഓക്സിജനുമായിട്ട് മാറി. ഈ നേസൻ്റ് ഓക്സിജൻ ജനറേറ്റ് ചെയ്താൽ മാത്രമേ ക്ലോറിന് ബ്ലീച്ചിങ് ആക്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ വെള്ളത്തിൻ്റെ പ്രസൻസ് ബ്ലീച്ചിങ് ആക്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണം, ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മുടെ പ്രതികരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നോ ഇല്ലയോ എന്താണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഐ പാർഷ്യലി എഗ്രി. ഇവിടെ നമുക്ക് പാർഷ്യലായിട്ട് മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും രണ്ടും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ ഈൽഡ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് വർക്ക് ചെയ്യും, ക്വിക്കായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് അത്യാവശ്യവുമാണ്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി വേണ്ടത്. പക്ഷേ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പൊല്യൂഷൻ, എൻവയറൺമെൻറ്റ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ആസിഡിറ്റി ചേഞ്ച് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാമെന്ന് മാത്രം വെച്ചാലോ? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷനൊക്കെ കുറവാണ്, പൊല്യൂഷനൊന്നുമില്ല, എക്കോ ഫ്രണ്ട്ലി ഒക്കെയാണ്. പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കുറവായിട്ടുണ്ടെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യാമെന്നുള്ള ആ ഒരു ലക്ഷ്യം എളുപ്പത്തിൽ ആക്കാൻ പറ്റില്ല. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും രണ്ടിൻ്റെയും ഒരു ബാലൻസ്ഡ് യൂസ് ആക്കിയാൽ മാത്രമാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്ന ലക്ഷ്യം കൈവരിക്കാൻ പറ്റുള്ളൂ. എൻവയറൺമെൻറ്റിനെ സംരക്ഷിക്കുക, അതായത് പൊല്യൂഷനൊക്കെ കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുക. ഒരു ബാലൻസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മളുടെ സജഷൻ. ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഗ്യാസ് ലബോറട്ടറി പ്രിപ്പറേഷൻ വഴി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് റിയാക്റ്റൻസ് എടുക്കേണ്ടത്, ഏതൊക്കെ കെമിക്കൽസ് ആണ് ആവശ്യമുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ഹൈഡ്രജൻ ഗ്യാസ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്
സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ വഴിയാണ്. സിങ്ക് ഗ്രാനുവൽസ് എടുക്കും, അതിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഇനി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ജനറേറ്റ് ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പെരിമെൻറ്റിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കത്തുന്ന ഒരു മാച്ച് സ്റ്റിക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പ് സൗണ്ടോടുകൂടി കത്തും. ആ സൗണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന്. അത് ഹൈഡ്രജൻ ഗ്യാസ് കത്തുമ്പോൾ ഓക്സിജനിൽ കത്തുമ്പോൾ റിയാക്ഷൻ നടക്കുന്നത് ഇതാണ്. 2H2 + O2 gives 2H2O + ഹീറ്റ്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കത്തിക്കഴിയുമ്പോൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ നടത്തി 2H2O വാട്ടറാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ പൊട്ടുന്ന മാതിരിയുള്ള ആ പോപ്പ് സൗണ്ട് കഴിയുന്നത് ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ: എന്തൊക്കെയാണ് ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ്? മെറിറ്റ്സ് ഓഫ് ഹൈഡ്രജൻ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഹൈഡ്രജൻ ഫ്യൂവൽ അത് ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ ആണ് ഉള്ളത്. കാലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂവൽ കത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ഹീറ്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഗ്രാമിൽ നിന്ന് നമുക്ക് എത്ര ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കാലോറിഫിക് വാല്യൂ പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ 1 ഗ്രാം കത്തുമ്പോൾ 143 kJ per gram ആയിട്ടാണ് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഹീറ്റ് എനർജി. അപ്പോൾ ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ ആണ് ഹൈഡ്രജനുള്ളത്. ഈ എല്ലാ ഫ്യൂവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെത് ഹയസ്റ്റ് ആണ്. ബാക്കി ഫോസിൽസ് റിലേറ്റഡ് ഫ്യൂവൽസിനൊക്കെ അതിനേക്കാളും നല്ല കുറവിലാണ്. ഇനി ഹൈഡ്രജൻ ഒട്ടും എൻവയറൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോൾ. കാരണം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കത്തുമ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് H2O വാട്ടറാണ്. 2H2 + O2 gives 2H2O. ഹൈഡ്രജൻ കത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടർ ആയത് കാരണം ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒട്ടും എൻവയറൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഹൈഡ്രജൻ അവൈലബിലിറ്റി നല്ല കൂടുതലാണ്. സോ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളാണ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ, എൻവയറൺമെൻറ്റൽ പൊല്യൂഷൻ ഒട്ടുമില്ല കാരണം വാട്ടറാണ് പ്രോഡക്റ്റായിട്ട് വരുന്നത്, പിന്നെ അവൈലബിലിറ്റിയും കൂടുതലാണ്. ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ്റെ ഐസോടോപ്സുകൾ ഏതൊക്കെയാണ്? ആൻസർ: ഹൈഡ്രജന് 3 ഐസോടോപ്സാണ് മെയിനായിട്ടുള്ളത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. പ്രോട്ടിയത്തിൽ ഒരു പ്രോട്ടോണും മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺസ് ഒന്നുമില്ല. ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2 ആണ്, അതായത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ട്രിഷിയത്തിൽ ഒരു പ്രോട്ടോൺ 2 ന്യൂട്രോൺ, അങ്ങനെ മാസ് നമ്പർ 3 ആണ് ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം ആണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ്. ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് ഐസോടോപ്പിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? നമ്മൾ ഓൾറെഡി കണ്ടു, പ്രോട്ടിയത്തിലാണ് ന്യൂട്രോൺസ് ഇല്ലാത്ത ഐസോടോപ്പ്. ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ഈ പ്രോട്ടിയത്തിലുള്ളൂ, ന്യൂട്രോൺസ് ഒട്ടും ഇല്ല. അങ്ങനെ പ്രോട്ടിയം ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ പ്രോട്ടിയം. വാട്ട് ഈസ് മെൻ ബൈ കാലോറിഫിക് വാല്യൂ? കാലോറിഫിക് വാല്യൂ എന്നാൽ എന്താണ്? ഈ ഫ്യൂവൽസിൻ്റെ എല്ലാം എനർജി എഫിഷ്യൻസി പറയുന്നതിനാണ് നമ്മൾ കാലോറിഫിക് വാല്യൂ ഉപയോഗിക്കുന്നത്. കാലോറിഫിക് വാല്യൂ എന്നാൽ ഒരു യൂണിറ്റ് മാസ്, ആ യൂണിറ്റ് മാസ് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം, ആ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവല് കത്തുമ്പോൾ, കംപ്ലീറ്റ് ആയിട്ട് കത്തുമ്പോൾ എത്ര ഹീറ്റ് എനർജി അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ കാലോറിഫിക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി 1 ഗ്രാം ഫ്യൂവല് കത്തുമ്പോൾ, കംപ്ലീറ്റ് കത്തുമ്പോൾ എത്ര കിട്ടും എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ആ ഫ്യൂവലിൻ്റെ കാലോറിഫിക് വാല്യൂ. എത്ര എനർജിയുടെ യൂണിറ്റ് നമ്മൾ കിലോ ജൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ
കിലോ ജൂൾ പെർ ഗ്രാം. ഒരു ഗ്രാമിൽ എത്ര കിലോ ജൂൾ കിട്ടും, അതാണ് കലോറിഫിക് വാല്യൂ. നമുക്ക് കുറച്ച് ഫ്യൂവൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഫ്യൂവലിനാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഉള്ളത്. തന്നിരിക്കുന്നത് ഏതൊക്കെ ഫ്യൂവൽസ് ആണ്? പെട്രോൾ, കോൾ, എത്തനോൾ, ഹൈഡ്രജൻ ആൻഡ് മെത്തനോൾ. ഈ തന്നിരിക്കുന്ന ഫ്യൂവൽസിൽ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ 143 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. 143 കിലോ ജൂൾ പെർ ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കഴിയുമ്പോൾ 143 കിലോ ജൂൾ ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫ് നോക്കൂ. ഇവിടെ ഹൈഡ്രജൻ്റെത് ഏറ്റവും ഹയസ്റ്റ് ആണ് കലോറിഫിക് വാല്യൂ. ബാക്കി ഫ്യൂവൽസിനെല്ലാം കുറവാണ്. ഫോസിൽ ഫ്യൂവൽസിനൊക്കെ പിന്നെയും കുറവാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള മെറിറ്റ്സ് ഒക്കെ കണ്ടു. ഹൈ കലോറിഫിക് വാല്യൂ, എനർജി എഫിഷ്യൻ്റ് ആണ്, പൊല്യൂഷൻ ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ എനർജി എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും അത് ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹൈഡ്രജൻ ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. ഹൈഡ്രജൻ കത്തുമ്പോൾ സാധാരണ എക്സ്പ്ലോസീവ് ആയിട്ടാണ് നേച്ചർ ഉള്ളത്. അതുകൊണ്ട് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ ഹൈഡ്രജനെ നല്ല പാടാണ്. ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആകുമ്പോൾ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയത് കാരണം എനർജി എഫിഷ്യൻ്റ് ആയിട്ട് പോലും നമുക്ക് ഹൈഡ്രജനെ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതൊരു ലിമിറ്റേഷനാണ്. ക്വസ്റ്റ്യൻ: കാർബണിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് ഡയമണ്ട്. ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. ആറ്റമിക് നമ്പർ 6 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2,4. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാർബണിനുള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. ഈ ഡയമണ്ട്സിൽ അതിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോമിലാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അവിടെ ഓരോ കാർബൺ ആറ്റവും ചുറ്റുപാടുമുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ വന്ന് ആ ഒരു ക്രിസ്റ്റലൈൻ ഫോമിലാണ് ഡയമണ്ട് ഉള്ളത്. അതായത് കാർബണിലെ ഈ ഡയമണ്ട് അലോട്രോപ്പിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസും ചുറ്റിലുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ ഓൾറെഡി ഏർപ്പെട്ടു. അപ്പോൾ ഫ്രീ ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇനി ഡയമണ്ടിൽ ഇലക്ട്രോൺസ് ഇല്ല. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കാരണം ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ: കാർബണിൻ്റെ ഏത് അലോട്രോപ്പാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ആൻസർ: കാർബണിൻ്റെ ഗ്രാഫൈറ്റ് അലോട്രോപ്പിൻ്റെ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഡയമണ്ട് നമ്മൾ കണ്ടു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഗ്രാഫൈറ്റിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും? അതിൻ്റെ കാരണമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കാരണം ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇതുമാതിരി ഒരു ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്. ഇവിടെ നമുക്കറിയാം എല്ലാ അലോട്രോപ്പ് ഓഫ് കാർബണും അതിൻ്റെ കാർബൺ തന്നെയാണ്. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്, 2,4 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ് കാർബണിനുള്ളത്. ഈ ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുപാടുമുള്ള 3 കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ നടുവിലത്തെ ഈ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 3 ഇലക്ട്രോൺസ് മറ്റ് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ കാർബണിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ആണ് ഗ്രാഫൈറ്റിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രാഫൈറ്റിൻ്റെ വേറെ 2 ഉപയോഗങ്ങൾ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം.
ഗ്രാഫൈറ്റിന് വേറെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? ഗ്രാഫൈറ്റ് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ആണ്. കാരണം ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ലെയർഡ് സ്ട്രക്ചറാണ്. ഓരോ കാർബൺ ആറ്റവും ആ സെയിം ലെയറിലുള്ള വേറെ 3 കാർബൺ ആറ്റവുമായിട്ട് മാത്രമാണ് ബോണ്ടിങ് ഉള്ളൂ. ഈ ഒരു ലെയറിലുള്ള കാർബൺ ആറ്റം വേറെ ഒരു ലെയറിലെ കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ് ഇല്ല. അതുകൊണ്ട് ഒരു ലെയർ താഴെയുള്ള ലെയറിൻ്റെ മേലെ ഈസിലി സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു എക്സലൻറ്റ് ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഗ്രാഫൈറ്റിൻ്റെ ഈ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെൻസിൽ ലെഡിനെല്ലാം നമ്മൾ ഈ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. എളുപ്പത്തിൽ നീറ്റായിട്ട് റൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ലൈഡിങ് ഓപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് ഗ്രാഫൈറ്റിന്. ഇനി ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രോഡ്സ് ആയിട്ടും ഡ്രൈ സെല്ലിലേക്ക് ഇലക്ട്രോഡ്സ് ആയിട്ടും ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. കൂടാതെ ഗ്രാഫൈറ്റിൻ്റെ വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ചൂട് കണ്ടക്ട് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഗ്രാഫൈറ്റിന് കൂടുതലുണ്ട്. അതിന് ഹീറ്റ് കണ്ടക്ടർ ആയിട്ടും ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാർബണിൻ്റെ കുറച്ച് അലോട്രോപ്സ് വന്നിട്ടുണ്ട്. ബി കോളത്തിൽ അതിൻ്റെ ഉപയോഗങ്ങളും മാച്ച് ചെയ്യാം. ഡയമണ്ട് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. ഡയമണ്ട് മെയിൻലി ഉപയോഗിക്കുന്നത് മേക്കിംഗ് ഓഫ് ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് മെയിൻലി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഗ്രാഫൈറ്റ് മെയിൻലി ലൂബ്രിക്കൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ കണ്ടു ലെയർഡ് സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിലുള്ളത്. അതിലെ ഓരോ കാർബൺ ആറ്റവും സെയിം ലെയറിലുള്ള കാർബൺ ആറ്റവും മാത്രം ബോണ്ടിങ് ഉള്ളൂ. ലെയേഴ്സ് തമ്മിൽ കണക്ഷൻ ഇല്ലാത്തത് കാരണം സ്ലൈഡിങ് എളുപ്പം പറ്റും. അതുകൊണ്ട് ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസിൻ്റെ എല്ലാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ധാരാളം. ദെൻ ഗ്രാഫൈറ്റിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സിന് പകരം ഒരു സിംഗിൾ ലെയർ മാത്രമാവുന്നതാണ് ഈ ഗ്രാഫീൻ്റെ സ്ട്രക്ചർ. ഗ്രാഫീൻ ആ സിംഗിൾ ലെയർ ആയത് കാരണം തിന്നാണ്, ലൈറ്റാണ്, നല്ല സ്ട്രോങ്ങുമാണ്. അതുകൊണ്ട് നാനോ ടെക്നോളജി ചെറിയ സൈസിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫീൻ ഉപയോഗിക്കുന്നു. അങ്ങനെ നാനോ ടെക്നോളജീനെ റെവല്യൂഷണറൈസ് ചെയ്യാനായിട്ട് കാർബണിൻ്റെ അലോട്രോപ്പായ ഗ്രാഫീൻ ഉപയോഗിക്കും. സോ ഡയമണ്ട് മേക്കിംഗ് ഓർണമെൻറ്റ്സ്, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ്, ഗ്രാഫീൻ നാനോ ടെക്നോളജി. ക്വസ്റ്റ്യൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽഷ്യം കാർബണേറ്റും ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. എന്ത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് HClഉം കാൽഷ്യം കാർബണേറ്റ്. ആ റിയാക്ഷനിൽ ഏത് ഗ്യാസാണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. നോക്കാം എങ്ങനെയാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റും HClഉമാണ് റിയാക്ഷൻ. അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. കാൽഷ്യം കാർബണേറ്റ് CaCO3 പ്ലസ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കാൽഷ്യം ക്ലോറൈഡ്, H2O ആൻഡ് CO2. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് നമ്മൾ ഓൾറെഡി അറിഞ്ഞ റിയാക്ഷൻസ്. അതായത് CaCl2 ആദ്യത്തെ പ്രോഡക്റ്റ്, പിന്നെ ഈ CO3 പാർട്ടും ഈ ഹൈഡ്രജൻ പാർട്ടും. ആദ്യം ഉണ്ടാകുന്നത് കാർബോണിക് ആസിഡാണ്, H2CO3 ആണ് ഉണ്ടാകുക. ആ H2CO3 സ്റ്റേബിൾ അല്ലാതെ കാരണം ഡീകമ്പോസ് ചെയ്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ റിയാക്ഷൻ ആകുന്നത് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് CO2. ഈ CO2 ഗ്യാസാണ് ഈ CaCO3യുടെയും HClയുടെയും റിയാക്ഷൻ വഴി ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ്. ഇനി ആ ജനറേറ്റ് ചെയ്ത കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യനാണ്. ജനറേറ്റ് ചെയ്ത ആ ഗ്യാസ് ലൈം വാട്ടറിൽ കൂടെ കടത്തിവിട്ടു. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? ജനറേറ്റ് ചെയ്ത ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള ആ ലൈം വാട്ടർ മിൽക്കി കളറിലേക്ക് മാറും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടർ
കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൈറ്റ് precipitate ഓഫ് കാൽഷ്യം കാർബണേറ്റ്. സി കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. ഈ കാൽഷ്യം കാർബണേറ്റ് ഒരു വൈറ്റ് precipitate ആണ്. അതാണ് ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.